الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 163-ാമത്തെ സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. വസ്അൽഹും, താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക. അനിൽ ഖറിയ, ആ ഒരു നാടിനെ സംബന്ധിച്ച്. അല്ലത്തി കാനത്ത്, അതായിരുന്നു. ഹാളിറത്തൽ ബഹരി, കടലിൻ്റെ തീരത്ത്, കടലിൻ്റെ അടുത്ത്, കടൽക്കരയിൽ. ഇത് യഅദൂന, അവർ നിയമലംഘനം നടത്തിയപ്പോൾ. ഫിസ്സബുത്തി, സാബത്തു നാളിൽ. ഇത് തഅ്തീഹിം, അവർക്ക് വരുന്ന സന്ദർഭം. ഹൈതാനുഹും, അവർക്കുള്ള മീൻ, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള മീൻ. യൗമ സബ്തിഹിം, അവർ സാബത്ത് ദിവസം, സാബത്ത് ആചരിക്കുന്ന ദിവസം. ശുറഅൻ, കൂട്ടമായി. വയൗമ ലാ യസ്ബിതൂന, സാബത്ത് ആചരിക്കാത്ത ദിവസം. ലാ തഅ്തീഹിം, ആ മത്സ്യങ്ങൾ വരികയുമില്ല. കദാലിക നബ്ലൂഹും, ഇങ്ങനെ നാം അവരെ പരീക്ഷിക്കുന്നു. ബിമാ കാനു യഫ്സുഖൂൻ, അവർ അനുസരണക്കേട് അല്ലെങ്കിൽ അവർ പാപം ചെയ്യുന്നത് കൊണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ പഠിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സൂറത്ത് അൽ ബഖറയിൽ 65, 66 ആയത്തുകളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. വസ്അലുഹും അനിൽ ഖറിയ, ആ ഒരു നാടിനെ സംബന്ധിച്ച് പ്രവാചകരെ അങ്ങ് അവരോട് അന്വേഷിക്കുക. അല്ലത്തി കാനത്ത് ഹാളിറത്തൽ ബഹരി, അത് കടലിൻ്റെ തീരത്തായിരുന്നു, അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തായിരുന്നു. ഇത് യഅദൂന ഫി സബ്തി, സാബത്തു നാളിൽ അവർ നിയമലംഘനം നടത്തുന്നു. ഇത് തഅ്തീഹിം ഹൈതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ, അവർ സാബത്ത് ആചരിക്കുന്ന ദിനം മത്സ്യം കൂട്ടമായി അവരുടെ അടുക്കലേക്ക് എത്തുന്നു, കടൽ തീരത്തെത്തുന്നു. വയൗമ ലാ യസ്ബിതൂന, സാബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിൽ. ലാ തഅ്തീഹിം, അത് വരികയുമില്ല. കദാലിക, അങ്ങനെ. നബ്ലൂഹും, നാം അവരെ പരീക്ഷിക്കുന്നു. ബിമാ കാനു യഫ്സുഖൂൻ, അവർ പാപം ചെയ്യുന്നത് കൊണ്ട്. സൂറത്ത് അൽ ബഖറയിൽ 65, 66 ആയത്തുകളിൽ നമ്മൾ ഈ വിഷയം പറഞ്ഞു പോയിട്ടുണ്ട്. 10-ാമത്തെ പേജിലാണത് വരിക. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൗ മിൻകും ഫി സബ്തി, 10-ാമത്തെ പേജിൽ 65, 66 ആയത്തുകൾ. വലഖദ് അലിംതും, നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലദീന ഇഅ്തദൗ മിൻകും, നിങ്ങളിൽ നിന്ന് പരിധി വിട്ടവരെ, നിയമം ലംഘിച്ചവരെ. ഫി സബ്തി, ശനിയാഴ്ച നാളിൽ. ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു. കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായി തീരുക എന്ന്. ഫജഅൽനാഹ, നാം ആ സംഭവത്തെ ആക്കി തീർത്തു. നക്കാലൻ, ഒരു ശിക്ഷ. ലിമാ ബൈന യദൈഹ, അതിൻ്റെ മുമ്പുള്ളവർക്കും. വമാ ഖൽഫഹ, ശേഷം വരുന്നവർക്കും. മുമ്പുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ആ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. വമൗഇലത്തൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സതുപദേശമായിക്കൊണ്ടുമാണ് ആ സംഭവത്തെ നാം നടപ്പാക്കിയിരിക്കുന്നത്. എന്ന് വച്ചാൽ എന്താണ് സംഭവം? ബനു ഇസ്രായേൽ, അവർക്ക് ശനിയാഴ്ച ദിവസം പുണ്യ ദിവസമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ.
വെള്ളിയാഴ്ച ഉള്ളതിനേക്കാൾ അല്പം കൂടി കടുത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ അവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ കടൽ തീരത്തുള്ള ആൾക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ തൊഴിൽ സ്വാഭാവികമായിട്ടും എന്താകും? കടലിൽ പോയി മീൻ പിടിക്കുക, അത് വിൽപ്പന നടത്തുക, അതുകൊണ്ട് ഉപജീവനം കഴിക്കുക. അപ്പോൾ അന്ന് മീൻ പിടിക്കാൻ പാടില്ല. എന്ന് ശനിയാഴ്ച അന്ന് അവർ ഇബാദത്തിൽ മുഴുകി, ദിക്റിൽ, ദുആയിൽ, നമസ്കാരത്തിൽ, നോമ്പിലൊക്കെ മുഴുകിയിരിക്കണം. ആരാധനകൾക്ക് മാത്രം മാറ്റി വെക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച. അപ്പം അന്ന് മീൻ പിടിക്കാൻ പാടില്ല. അള്ളാഹു ഇങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ നൽകും. നമുക്കുണ്ടുള്ള നിയന്ത്രണങ്ങൾ, നോമ്പിന് 1 മാസം പകല് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നിയന്ത്രണമല്ലേ. വെള്ളം കുടിക്കാൻ പാടില്ല, സുഖഭോഗങ്ങൾ പാടില്ല, അമിത സംസാരങ്ങൾ പാടില്ല, ഇങ്ങനെ നിയന്ത്രണങ്ങളുണ്ടാവും. യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ത്വാലൂത്ത് രാജാവിനോട് വഴിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാവിനോടും കൂട്ടരോട് അൽ-ബഖറയിൽ അതും പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ പാടില്ല, നിയന്ത്രിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹ് നിയന്ത്രിക്കും. അത് അള്ളാഹ്ക്ക് അതിനുള്ള അധികാരം ഉണ്ടായതുകൊണ്ട്, അള്ളാഹ്ക്ക് അതിനുള്ള അവകാശമുള്ളത്. ആര് ഞാൻ പറഞ്ഞത് അനുസരിക്കും, ആര് ഞാൻ പറഞ്ഞത് അനുസരണക്കേട് കാണിക്കുന്നു നിരീക്ഷിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവരോട് ശനിയാഴ്ച പുണ്യദിനമാണ്, അന്ന് ഭൗതികമായ ഇടപാടൊന്നും പാടില്ല. മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച പുണ്യദിനമാണ്, പക്ഷെ അന്ന് ഭൗതിക ഇടപാട് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുകയും നിങ്ങൾക്ക് ജീവിതാവശ്യങ്ങൾക്ക് അള്ളാഹു നൽകിയ ഔദാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് അള്ളാഹു തആല അനുവദിച്ചു തന്നതാണ്. പക്ഷെ ജൂതന്മാർക്ക് അവകാശം അള്ളാഹ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നിയന്ത്രിച്ചതാണ്. കടുത്ത വിധത്തിൽ നിയമലംഘന സ്വഭാവം ഉണ്ടാകുമ്പോൾ കടുത്ത രൂപത്തിൽ നിയന്ത്രിക്കും. നമുക്കറിയാലോ, നമ്മളെ കുട്ടികൾ കുരുത്തക്കേട് കാട്ടുകയാണെങ്കിൽ നമ്മളെന്താ കാട്ടുക? നമ്മൾ സാധാരണ പറയും പുറത്തു പോകാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല. പിന്നെയും കുരുത്തക്കേട് കാട്ടുകയാണെങ്കിൽ എന്താ പറയുക? പെരയിലിട്ട് വാതിലടക്കുക തന്നെ, ഞാൻ പുറത്തിറങ്ങൂല അറിയും. പിന്നെയും കുരുത്തക്കേട് ചങ്ങലക്കൂടെ തന്നെ അല്ലേ നമ്മൾ പറയാറില്ലേ? അതിനാ നിയന്ത്രിക്കുകയാണ്. ഓലെ നന്മക്ക് വേണ്ടിയാ, അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ ഇടപാട് നമ്മൾ നിയന്ത്രിക്കും. മനുഷ്യൻ എന്നുള്ളവർക്ക് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ മക്കളെ നിയന്ത്രിക്കുന്നത് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. പന്ത് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും ഇത്ര നേരത്തെ ഇവിടെ എത്തിക്കൊള്ളണം, രാത്രി അവിടെ നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അത് അവരോടുള്ള സ്നേഹം. ഇങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ അല്ലാഹു തആല നിയമം മുഖേന അവരെ നിയന്ത്രിക്കും. ഇങ്ങനെ അവരെ നിയന്ത്രിച്ചിട്ട് മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അപ്പോൾ പ്രവാചകർ അവർക്ക് ആ കഥ അറിയില്ലെന്ന് ചോദിച്ചു നോക്കി, എന്തായിരുന്നു എന്നിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്? അതാണ് വസ്അൽഹും. സഅല ചോദിച്ചു, ഇസ്അൽ ചോദിക്കുക, വസ്അൽഹും അവരോട് ചോദിക്കുക, അനിൽ ഖറിയ, ഖറിയന നാട്, നഗരം, പട്ടണം, ഗ്രാമം എന്നൊക്കെ അർത്ഥമുണ്ട്. ആ നാട്ടിനെ സംബന്ധിച്ച്. അതേതാ നാട്? അതായത് ഇന്ന് ഇസ്രായേലിലുള്ള തുറമുഖ നഗരമായ ഐലയാണ്. ഐല അതല്ല, ജോർഡാനിലുള്ള അഖബയാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായതെന്നാണ് പറയുന്നത്. ഐല തുറമുഖം എന്നാണ് മിക്കവാറും പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്രായേലിൻ്റെ ഇന്ന് അതൊരു തുറമുഖമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത്, ഐല പ്രദേശത്ത് ജീവിച്ചിരുന്നവരെ സംബന്ധിച്ച് അന്വേഷിക്കുക. അലത്തി കാനത്ത് ഹാലിറത്തൽ ബാരി, ഹലറ ഹാലിർ എന്ന് ആജറായി എന്നാണല്ലോ അല്ലേ? അപ്പോൾ കടൽ തീരത്ത് എന്നുള്ള അർത്ഥമാണിത്, കടൽ തീരത്തുള്ള. ഇത് യഅദൂന ഫിസ്സബത്തി, അവർ ശനിയാഴ്ച ദിവസം നിയമലംഘനം നടത്തുന്നു. അതാ യഅദു, അതാണ് ചാടുക എന്നർത്ഥം. ചാടൽ എപ്പോഴാണ്? ഒരു സംഗതി മറികടക്കാനാണ്. ചാടിപ്പോക മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിയമത്തെ മറികടക്കാനുള്ള നിലപാട് അവർ സ്വീകരിക്കുക. ഇത് യഅദൂന ഫിസ്സബത്തി, അതാണ് അവർ ശനിയാഴ്ച ദിവസം നിയമലംഘനം നടത്തിയെന്ന് അള്ളാഹ് പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുക. ഇത് തൗതീഹിം ഹൈത്താനുഹും, അന്നാകട്ടെ ഹൂത്ത് എന്ന മത്സ്യം, ഹൂത്ത് സാഹിബുൽ ഹൂത്ത്, യൂനുസ് നബിക്ക് ഒരു പേരില്ലേ, ഹൂത്തിൻ്റെ കൂട്ടുകാരൻ. ഹൈത്താൻ എന്ന് പറഞ്ഞാൽ ഹൂത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനം, മത്സ്യങ്ങൾ. അന്നാവട്ടെ ചാകര. നമുക്കറിയില്ല, ചാകരയുള്ള ദിവസം എന്താണ്? മീനുകൾ പ്രത്യേക ഏരിയയിൽ കേന്ദ്രീകരിക്കും. അത് മീൻപിടുത്തക്കാർക്ക് വേഗം മനസ്സിലാവും. പിന്നെ കടലിൻ്റെ സ്വഭാവം കൊണ്ട് ഇന്ന ഏരിയയിൽ മീനുണ്ട്, അവിടെ വലയിട്ടാൽ ആ മീനൊക്കെ വലയിൽ കൊടുക്കും. അതാണ് ചാകരയാണ്. കൂട്ടമായി ആ മീനിങ്ങനെ നമ്മൾ പറയും മൂക്കെടുക്കുക എന്നാണ് അല്ലേ? ശ്വാസം വലിക്കും. മീനിൻ്റെ അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഓണം വെട്ടിക്കും. നഞ്ഞു കേൾക്കാൻ അങ്ങനെ മൂക്കെടുത്ത് വരും. ശ്വാസം മുട്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇവർ ആളുകൾക്ക് പിടിക്കാൻ പാകത്തിൽ കടൽ തീരത്ത് മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് അതിൻ്റെ മൂക്കും വായൊക്കെ പുറത്തേക്ക് കാട്ടിയിട്ട് ഇങ്ങനെ വരെ പ്രലോഭിപ്പിക്കുക. ആരെ? മീൻ പിടിക്കാൻ പാടില്ലാത്ത ദിവസം ശനിയാഴ്ച അള്ളാഹ് പരീക്ഷിച്ചതാണ്. നോൽമ്പിന്
ചായയും വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഒരുപാട് തക്കാരങ്ങൾ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിക്കുകയാണ്. അതിങ്ങോട്ട് ആ പായസവും ആ സദ്യ ഇങ്ങോട്ട് ആലോചിച്ചിട്ട് നമുക്ക് നാളെയും കുടിച്ചാലോ, ഒന്ന് പോയി തിന്നുകളിയാം എന്ന് നമ്മളെ പ്രലോഭനം, ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത് തരത്തിൽ ഇവരുടെ അടുക്കൽ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി കടൽ തീരത്ത് തന്നെ ചേർന്ന് വരാൻ തുടങ്ങി. അതാണ് ഇത് തൗതീഹിം ഹൈത്താനുഹും യൗമ സബുത്തിഹിം ഷുറാൻ. ഷുറാൻ എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട്. അതിനാണ് നമ്മൾ ചാകരയായിട്ടും നമ്മളെ ഭാഷയിൽ ഇന്ന് പറഞ്ഞാൽ തെറ്റില്ല. അന്നിങ്ങനെ വരും. വയൗമ ലാ യഅ്തീഹിം അലാ യസ്ബിത്തൂന യൗമ ലാ യസ്ബിത്ത്, സാബത്തില്ലാത്ത ദിവസം, ഞായറാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ മീനില്ല. ഞായറാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ ഇങ്ങനെ മീൻ വരൂല. വറ്റിയും തെറ്റിയും കടലിലുള്ള മീൻ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ കൂട്ടമായിട്ടുണ്ടാവില്ല. അന്ന് ഇത് വല്ലാത്തൊരു പ്രലോഭനാണ്. കുറച്ച് നല്ല നല്ല അയിലിയും അയക്കോറയും അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ അത് കുറച്ച് ദിവസമൊക്കെ അവരിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അങ്ങനെ പതുക്കെ എന്താ വന്ന് പിടിച്ചാൽ അങ്ങനെ തോന്നുക. അപ്പോൾ യോമല യസ്ബിത്തൂൻ, അവർ സാബത്താചരിക്കാത്ത നാളിൽ. സാബത്താചരിക്കാനെന്താ? ശനിയാഴ്ച പ്രത്യേകം ആരാധനാ കർമ്മങ്ങളിൽ മുഴുക, ഭൗതിക വ്യാപാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, ഭൗതികമായ എല്ലാ ഇടപാടൊന്നും വിട്ടുനിൽക്കുക. അതാണ് സബത്ത് ആചരിക്കുക. യസ്ബിത്തൂന അങ്ങനെ ചെയ്യുക. ലാ യസ്ബിത്തൂന അങ്ങനെ ചെയ്യാതിരിക്കുക. സാബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിൽ, അഥവാ ഞായറാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ലാ തഅ്തീഹി മത്സ്യം വരൂല. ലാ തഅ്തീഹി മത്സ്യം വരൂല. കദാലിക അങ്ങനെ അപ്രകാരം നബ്ലൂഹും നാം അവരെ പരീക്ഷിക്കുന്നു. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ പാപ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരിൽ നിയമലംഘന പ്രവണതയുള്ളത് കൊണ്ട്, പാപ പ്രവണതയുള്ളത് കൊണ്ട്. അഥവാ നിയമലംഘന പ്രവണത ഒരു വ്യക്തിയിലോ ഒരു കൂട്ടായ്മയിലോ ഒരു സമുദായത്തിലോ വളർന്നു വരുന്നുണ്ടെങ്കിൽ ആ നിയമലംഘനത്തിനാവശ്യമായ എല്ലാ സൗകര്യവും അള്ളാഹ് ചെയ്തു കൊടുക്കും. അത് എൻ്റെ അടുത്താണെങ്കിലും നിങ്ങളുടെ അടുത്താണെങ്കിലും നമ്മളെ പള്ളി കമ്മിറ്റീൻ്റെ അടുത്താണെങ്കിലും നമ്മളെ സംഘടനകളിലാണെങ്കിലും നമ്മുടെ സമുദായത്തിലാണെങ്കിലും നിയമം തെറ്റിക്കണം എന്ന ഒരു പ്രവണത വളർന്നു വരുന്നുണ്ടെങ്കിൽ, ഏത് നിയമം? അള്ളാഹിൻ്റെ നിയമം. അപ്പോൾ അള്ളാഹു തആല അതിന് ധാരാളം അവസരങ്ങൾ അവർക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കും. അങ്ങനെ ധിക്കാരത്തിനും അനുസരണത്തിനും ഒരുപാട് അവസരം നൽകും. അത് വലിയൊരു പരീക്ഷണമായിട്ട് നമ്മൾ കാണണം. എന്നെ പരീക്ഷിക്കുകയാണ്. എനിക്ക് നിയമം ലംഘിക്കാൻ അള്ളാഹ് വെച്ച നിയന്ത്രണം പാലിക്കാതെ ഞാൻ നിയമം ലംഘിക്കുന്നതിന് എനിക്ക് അവസരം കിട്ടുകയാണ് എന്നുള്ളത് ഓരോരുത്തരുടെയും ഉള്ളിലിരിപ്പ് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. നിയമം ലംഘിക്കുന്നതിന് അവസരം കിട്ടാതെ ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. നിയമലംഘനത്തിന് അവസരം കിട്ടാത്തത് കൊണ്ട് ആരും നിയമം ലംഘിക്കാതിരിക്കണ്ട. മനസ്സിൻ്റെ ബോധം കൊണ്ട്, ദൈവഭയം കൊണ്ട് നിയമം ലംഘിക്കാതിരിക്കണം. അവസരം കിട്ടിയാലും ചെയ്യാതിരിക്കണം എന്നർത്ഥം. അവസരം കിട്ടാഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കരുത്. അപ്പോൾ അവസരങ്ങൾ ഇങ്ങനെ മുമ്പിൽ തുറന്നു വരും. ആർക്ക്? നിയമലംഘനം, അള്ളാഹുവിനോട് ധിക്കാരം, അനുസരണക്കേട് കാണിക്കണം എന്ന ഒരു മനസ്സുള്ളവർക്ക്, അള്ളാഹുവിനെ അനുസരിക്കണം എല്ലാ സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ നിയമം പാലിക്കണമെന്ന് ബോധമുള്ളവർക്കോ അവസരം കിട്ടൂല. അതുകൊണ്ട് അവസരം കിട്ടാതിരിക്കാൻ ദുആ ചെയ്തോളി. അപ്പോൾ അവസരം കിട്ടാത്തത് കൊണ്ട് ആരും തെറ്റ് ചെയ്യാതിരിക്കരുത് എന്ന് അത് അള്ളാഹിൻ്റെ നടപടിയാണ്. മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നിർത്താം. വസ്അലുഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാദിറത്തൽ ബഹരി, കടൽ തീരത്തുണ്ടായിരുന്ന ആ നാട്ടുകാരെ സംബന്ധിച്ച്, ആ നാടിനെ സംബന്ധിച്ച് അഥവാ നാട്ടുകാരെ സംബന്ധിച്ചും അന്വേഷിക്കുക. ഇത് യഅദൂന ഫിസ്സബുത്തി, അവർ ശനിയാഴ്ച നാളിൽ നിയമം ലംഘിച്ചു. ഇത് തഅ്തീഹിം ഹൈത്താനുഹും യൗമ സബുത്തിഹിം ഷുറാൻ, അങ്ങനെ സാബത്ത് ആചരിക്കുന്ന ദിവസം അവർക്ക് മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നു. വയൗമ ലാ യസ്ബിത്തൂന ലാ തഅ്തീഹിം, സാബത്ത് ആചരിക്കാത്ത നാളിലാവട്ടെ മത്സ്യങ്ങൾ അങ്ങനെ പൊന്തി വരികയും കൂട്ടമായി വരികയുമില്ല. കദാലിക നബ്ലൂഹും, അങ്ങനെയാണ് അല്ലാഹു തആല അവരെ പരീക്ഷിക്കുന്നത്, നാം അവരെ പരീക്ഷിക്കുന്നു. ബലാ യബ്ലു, പരീക്ഷിക്കുക. സുഹൃത്ത് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ, ബലാ, പരീക്ഷിക്കുകയാണ് ഇതൊക്കെ. നബ്ലൂഹും, നാം അവരെ പരീക്ഷിക്കുന്നു. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ പാപം ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരിൽ അനുസരണക്കേടുള്ളത് കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും
ഏത് സാഹചര്യത്തിലും അവനോട് അനുസരണ കാണിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിയമം ലംഘിക്കുന്നതിനും അനുസരണക്കേട് കാണിക്കുന്നതിനും ലഭിക്കുന്ന അവസരങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ മുക്തരാക്കുമാറാകട്ടെ. അല്ലാഹ് എല്ലായ്പ്പോഴും നിൻ്റെ കൂടെ നിൽക്കാൻ, നിൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ, നിൻ്റെ കാരുണ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ, നിൻ്റെ നിയമത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളെ കുട്ടികളെയും നീ തഖ്വയുള്ള മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി വളർത്തുമാറാകട്ടെ. അല്ലാഹ് ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.